1996 ഇറങ്ങിയ ഇന്ത്യൻ മൂവി ശങ്കർ സംവിധാനം, അതിൻ്റെ നെക്സ്റ്റ് സീക്വൽ പറയാനാണ് ഇന്ത്യൻ 2 ഇറങ്ങിയിരിക്കുകയാണ്. എന്താ പറയുക, കമൽഹാസൻ്റെ അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ വളരെ ഒരു ഐക്കോണിക് അല്ലെങ്കിൽ ഒരു കൾട്ട് ക്ലാസിക്, എന്താ പറയുക, ഒരു ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ളൊരു ക്യാരക്ടറാണ് ഇന്ത്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിനെ ഈ 2024 പ്ലേസ് ചെയ്തിട്ട് ഇവിടെ നടക്കുന്ന ഇന്ത്യയിൽ പല സ്ഥലത്തായി നടന്ന, തമിഴ്നാട്ടിൽ മാത്രമല്ല കേരള, തമിഴ്നാട്, ഗുജറാത്ത്, പഞ്ചാബ്, അവിടെയൊക്കെ നടന്ന ഒരുപാട് കറപ്ഷൻസിൻ്റെ റെഫറൻസ് എടുത്തിട്ട് ആ റെഫറൻസ് വെച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ നടന്ന പല സ്ഥലത്ത് നടന്ന കാര്യങ്ങളും ഇതിനകത്ത് ഒരു കറപ്ഷനിലൂടെ കാണിക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്ത് അതിനെ തതിർക്കാൻ അല്ലെങ്കിൽ അത് എതിർക്കാൻ ഇന്ത്യൻ വരികയാണ്. ഇന്ത്യൻ റിട്ടേൺസ്, കം ബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞ ഇന്ത്യൻസ് വിളിക്കുകയാണ്. അതാണ് പടത്തിൻ്റെ തീം. സ്റ്റാർട്ടിങ് വൈസ് കുഴപ്പമില്ല, ഒരു ശങ്കർ മൂവിയുടെ എല്ലാ ഇതുണ്ട്, പല പല ഷോട്ടുകൾ, അടിപൊളി ഫ്രെയിംസ്, സ്റ്റൈലിഷ് ആംഗിള് എല്ലാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മളിത്ര കൾട്ട് ഫാൻ ഫോളോയിങ് ഉള്ളൊരു പടത്തിനെ മലങ്കൾട്ടാക്കി കളഞ്ഞു. തിയേറ്ററിൽ നമ്മൾ ഒരു പൂരപ്പറമ്പാണെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചിരിപ്പറമ്പായി മാറി. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന സംഭവമാണ്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് സെൻറ്റി എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതൊന്നും പ്രേക്ഷകർക്ക് വർക്കൗട്ടായില്ല. ഞാൻ ഉൾപ്പെടെ തിയേറ്ററിലുള്ള പല പ്രേക്ഷകരും ഇരുന്ന് ചിരിക്കുമായിരുന്നു. അതിനകത്തൊരു ഇതുണ്ട്, ഗോ ബാക്ക് ഇന്ത്യൻ എന്ന്. നമ്മൾ പടം കഴിഞ്ഞ് വരുമ്പോൾ ഗോ ബാക്ക് ഇന്ത്യൻ എന്ന് നമുക്ക് പറയാൻ തോന്നിപ്പോകും. ആ ഒരു ലെവൽ നമ്മളൊരു ശങ്കർ സിനിമയെ കാണുക എന്നുള്ള ആ ഒരു ഫീലേ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇതിനകത്ത് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാനുള്ളത്, അതിൻ്റെ ഇതിൻ്റെ മ്യൂസിക് ഉള്ളായിരുന്നു. പക്ഷേ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മ്യൂസിക് കുത്തിക്കയറ്റി അതൊരു ചില ബോറടിയായി മാറി. പിന്നെ ശങ്കറിൻ്റെ വിഷ്വൽസ്, ഒരുപാട് റിച്ച് ഫ്രെയിംസ് കാണാം, അത് ആ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത്, കമൽഹാസൻ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. ലൈക്ക് അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു സീനെങ്കിലും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ സീൻ കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, അങ്ങനെ പറയാനൊരു ഫീല് നമുക്ക് ഈ സിനിമയ്ക്ക് തന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക്. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് ഒരുപാട് പേര് ഈ സിനിമ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയുടെ അതിനൊരു പ്രീക്വൽ പോലെ വരുന്നു, ശങ്കർ സംവിധാനം ചെയ്യുന്നു. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പടം ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി എന്ന് വേണം പറയാൻ. പിന്നെ പറയാനുള്ളത്, അതിനകത്ത് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവരെയൊക്കെ, സിദ്ധാർത്ഥുണ്ട്, ഇവരെയൊക്കെ റോളുകൾ നല്ലതായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് സീരിയസ് ആയി ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഭയങ്കര സെൻറ്റിമെൻ്റലൈസ് ചെയ്യുന്ന കാര്യം ആൾക്കാർ കളിയാക്കി ചിരിച്ച് കൂവുക. പിന്നെ ഒരു ഹാപ്പിനെസ് കാണാൻ പറ്റി, നമ്മുടെ നെടുമുടി വേണു ചേട്ടനെ പിന്നെയും കാണാൻ പറ്റി. ആളുടെ കുറേ സീൻസൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തേക്കണേ, അത് ഭയങ്കര വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും, ആളുടെ മരണത്തിന് ശേഷം എടുത്തായിരിക്കാം. പക്ഷേ ബാക്കി ഒറിജിനൽ സീൻസൊക്കെ നമുക്ക് വല്ലാത്തൊരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു തോന്നുന്നത്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ശങ്കർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണാം, അല്ല ഇന്ത്യൻ ഒത്തിരി ഫാൻ ഫോളോയിങ് ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണാം. അല്ലാതെ ഇത് മസ്റ്റ് തിയേറ്റർ വാച്ചാണ്, അല്ലെങ്കിൽ ഇത് കണ്ടില്ല നിങ്ങൾക്ക് വളരെ നഷ്ടമാണ്, അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒട്ടും കണക്റ്റ് ആവാത്ത ഒരു ശങ്കർ മൂവി ആയിപ്പോയത്. പിന്നെ ഒരു 120 വയസ്സായ ആള് ഇത്ര ആക്ഷൻസ് ചെയ്യുമ്പോൾ അതിന് ചെറിയൊരു പരിമിതികൾ പോലെ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബിലീവബിൾ ആയാനെ. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്നൊരു അപ്പാപ്പൻ മാറി 6 പാക്ക് ഉള്ള ഒരാളായി എന്നൊക്കെ പറയുമ്പോൾ തിയേറ്ററിൽ ചിരിയുടെ പൂരപ്പുറമ്പായിരുന്നു. എനിക്കിത് പടം കണ്ടപ്പോൾ വേറൊരു ഡയലോഗ് ഓർമ്മ, നമ്മുടെ കാക്കക്കുയില്ല കിളവൻ പഴയ കളരിയ, ആ ഒരു സ്കീം ഡയലോഗായിരുന്നു ഇത്. മൊത്തത്തിൽ നമുക്ക് നമ്മുടെ അശ്വിൻ കോക്കിൻ്റെ ഇത് പറയുകയാണെങ്കിൽ മലങ്കൾട്ടായി വേണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവി ആയിരിക്കും ഇത്. സോ എന്നിലെ പ്രേക്ഷകനെ തീരെ സമർപ്പിക്കപ്പെടാത്ത മൂവിയായിരുന്നു. പിന്നെ മൂവിയുടെ അവസാനം ഒരു 3 മിനിറ്റ് തേർഡ് പാർട്ട് ട്രെയിലറുണ്ട്. ഞാൻ കണ്ട 3 മണിക്കൂർ പടത്തെക്കാട്ടും എനിക്കിഷ്ടപ്പെട്ട ആ ട്രെയിലറായിരുന്നു. അതിനകത്ത് പഴയ കാലം ബിഫോർ ഇൻഡിപെൻഡൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ മേ ബി കമൽഹാസൻ പറഞ്ഞ പോലെ ആൾക്ക് ഇന്ത്യൻ 3നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പറഞ്ഞ പോലെ ചിലപ്പോൾ ഇന്ത്യൻ 3 ആയിരിക്കും വരാൻ പോകുന്ന ബെറ്റർ. പക്ഷേ ഇന്ത്യൻ 2 ഇന്ത്യയിലെ പ്രേക്ഷകനെയോ എൻ്റെ ഒരു ഫാൻ ഫോളോയിങ്ങിനെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഓഡിയൻസിനെ ഒട്ടും സംതൃപ്തിപ്പെടുത്തിയില്ല. സോ ഐ വുഡ് നോട്ട് റെക്കമെൻഡ് ഇറ്റ്. ബട്ട് നിങ്ങൾക്ക് ശങ്കർ മൂവി കാണാൻ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ കമൽഹാസൻ കാണാൻ ഇഷ്ടമാണെങ്കിൽ, ഡു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ യുവർ റിവ്യൂസ്.